കാർ വാങ്ങുമ്പോൾ അതിൻ്റെ ലുക്കിനും ഉള്ളിലെ സ്ഥല സൗകര്യത്തിനും അതിൻ്റെ മൈലേജിനുമൊക്കെയാണ് നമ്മൾ കൂടുതലും പ്രാധാന്യം നൽകുക. എന്നാൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അഡ്വാൻസ് ഫീച്ചേഴ്സ് ഒട്ടനവധിയുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ടെക് ഫീച്ചേഴ്സാണ്, നമ്മുടെ വിഷയവും അതാണല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരു ഇന്ത്യൻ വാഹന നിർമ്മാതാവിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറം ഫീച്ചേഴ്സ് കുത്തിയുറച്ചുകൊണ്ട് എന്നും വാഹനങ്ങൾ നിർമ്മിക്കുന്നത് മഹീന്ദ്രയാണ്. മഹീന്ദ്രയുടെ XUV 700 എന്ന ഈ ഒരു വാഹനത്തിലും ഡ്രൈവിംഗ് എളുപ്പമാക്കുന്ന നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒട്ടനവധി ടെക് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോഴത്തെ ഇന്ത്യൻ കാർ മാനുഫാക്ചറിംഗ് ഫീൽഡിൽ ഏറ്റവും അധികം ഉറ്റുനോക്കപ്പെടുന്ന ഒരു ഫീച്ചറാണ് ലെവൽ 2 ADAS. അപ്പോൾ മഹീന്ദ്രയുടെ XUV 700 ആ ഒരു ലെവൽ 2 ADAS ഫീച്ചേഴ്സ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പലപ്പോഴും നമ്മൾ കാർ വാങ്ങാൻ പോകുമ്പോൾ അതിലുള്ള നല്ല ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും അറിവുണ്ടായിരിക്കില്ല. അത് മാത്രമല്ല, അത് എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയയും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നല്ല ഫീച്ചേഴ്സ് നമ്മൾ അവഗണിക്കുകയും നമ്മുടെ ഡ്രൈവിംഗ് സ്വഭാവം പഴയത് എങ്ങനെയാണോ അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അങ്ങനെയുള്ള നമ്മുടെ ആ പഴയ ഡ്രൈവിംഗ് ഹാബിറ്റിൽ മാറ്റം വരുത്താനാണ് മഹീന്ദ്ര പോലെയുള്ള മാനുഫാക്ചേഴ്സ് പുതിയ പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും നമുക്ക് ആ ഒരു ഫീച്ചേഴ്സ് എങ്ങനെ നമ്മുടെ ഡ്രൈവിംഗ് ഹാബിറ്റ് എൻഹാൻസ് ചെയ്യാൻ ഉപയോഗിക്കാമെന്നുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ അഡാസിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാം. 1970കളിൽ തുടങ്ങി ഇപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റംസ് എന്ന അഡാസ്. 1970-80 കാലഘട്ടത്തിൽ ബേസിക് ക്രൂയിസ് കൺട്രോളിൻ്റെ രൂപത്തിലാണ് ആദ്യമായിട്ട് ഇതിൻ്റെ കടന്നുവരവ്. പിന്നീട് 90കളിൽ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം അഥവാ ABS, ട്രാക്ഷൻ കൺട്രോൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്നിവ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി നമ്മുടെ വാഹനങ്ങളുടെ ആ ഒരു സേഫ്റ്റി നന്നായിട്ട് വർദ്ധിച്ചു. 2000ൻ്റെ തുടക്കത്തിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡായ ലൈൻ ഡിപ്പാർച്ചർ വാർണിംഗ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്നീ ഫീച്ചേഴ്സ് റഡാർ ആൻഡ് ക്യാമറ ബേസ്ഡ് അസിസ്റ്റൻസ് സിസ്റ്റത്തിൻ്റെ തുടക്കം കുറിച്ചു. 2010 കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ആയ ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് അഥവാ AEB, പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ്, പാർക്കിംഗ് അസിസ്റ്റൻസ് എന്നിവ കൂടി വന്നു. ഓട്ടോണമസ് കാറുകൾ എന്ന കൺസെപ്റ്റിന് വളരെയധികം പ്രാധാന്യം ലഭിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്. 2020 മുതൽ ഇന്ന് വരെ സെമി ഓട്ടോണമസ് സിസ്റ്റത്തിൻ്റെ വളർച്ചയ്ക്കാണ് നമ്മൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്. AI, മെഷീൻ ലേണിംഗ്, സെൻസർ ടെക്നോളജി എന്നിവയിൽ ഊന്നിയുള്ള ഒരു ഫുള്ളി ഓട്ടോണമസ് സിസ്റ്റം തന്നെയാകും അഡാസിൻ്റെ ഫ്യൂച്ചർ. ലെവൽ 0 മുതൽ ലെവൽ 5 വരെ 6 സ്റ്റേജസ് ആയിട്ടാണ് അഡാസ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ലെവൽ 0ൽ ഒരു ഓട്ടോമേഷനും ഉണ്ടാവില്ല. ഡ്രൈവർ ആയിരിക്കും മാനുവലി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സാധാരണയായിട്ടുള്ള കാറുകളെല്ലാം ഈ ഒരു ലെവലിലാണ് വരുന്നത്. ലെവൽ 1ൽ ഡ്രൈവർ അസിസ്റ്റൻസ് ഉണ്ടാവും. അതായത് കാറ് ഡ്രൈവറെ കുറച്ച് സഹായിക്കും, പക്ഷെ ഡ്രൈവർ തന്നെയായിരിക്കും അത് എൻഗേജ് ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ലൈൻ കീപ്പിംഗ് അസിസ്റ്റ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലെവൽ 1ൽ ഉൾപ്പെടുന്നതാണ്. ഇനി ലെവൽ 2വിലുള്ളത് പാർഷ്യൽ ഓട്ടോമേഷൻ ആണ്. അതായത് ചില സിറ്റുവേഷനിൽ സ്റ്റിയറിങ്ങും ആക്സിലറേഷനും കാറ് ചെറുതായി കൺട്രോൾ ചെയ്യും. ടെസ്ല മോഡൽ 3ലുള്ള ഓട്ടോ പൈലറ്റ് ഈ ഒരു ലെവൽ 2വിലുള്ളതാണ്. ഇനി ലെവൽ 3ൽ അത് കണ്ടീഷണൽ ഓട്ടോമേഷൻ ആണ്. അതായത് കാറിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ കാറ് ചെയ്യും. ഡ്രൈവർക്ക് ഫ്രീ ആവാം, പക്ഷെ തൽക്കാലത്തേക്ക് മാത്രം. ഇനി ലെവൽ 4ൽ വരുന്നത് ഹൈ ഡ്രൈവിംഗ് ഓട്ടോമേഷൻ ആണ്. അതായത് ഈ ഒരു ലെവലിൽ കാറിന് എന്തൊക്കെ തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ കഴിയുമോ അതൊക്കെ കാർ ചെയ്യും. എന്നിരുന്നാലും ഡ്രൈവർക്ക് മാനുവലി ആ ഒരു കാറിനെ കൺട്രോൾ ചെയ്യാനും കഴിയും. പക്ഷേ ഈ ഒരു ലെവലിന് ഇപ്പോഴും പല സ്ഥലങ്ങളിലും പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇനി ലെവൽ 5ൽ വരുന്നത് ഫുൾ ഡ്രൈവിംഗ് ഓട്ടോമേഷൻ ആണ്. ഈ ഒരു ലെവലിൽ ഡ്രൈവറിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലിൻ്റെയും ആവശ്യമില്ല. അതായത് ഒരു ഹ്യൂമൻ ഡ്രൈവറിന് ചെയ്യാൻ കഴിയുന്ന എല്ലാം തന്നെ കാറ് സ്വയം തീരുമാനമെടുത്ത് ചെയ്തോളും. നമ്മളായിട്ട് അതൊരു യൂസർ അല്ലെങ്കിൽ ഡ്രൈവർ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അവർക്ക് പോകേണ്ട സ്ഥലം സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നത് മാത്രമാണ്. ലെവൽ 5 എന്ന് പറയുന്നത് ഇപ്പോഴും ഡെവലപ്മെന്റ് സ്റ്റേജിലുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇത് പൂർണ്ണമായിട്ടും പബ്ലിക്കിന് അവൈലബിൾ അല്ല. മഹീന്ദ്ര XUV 700ൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ 6 അഡാസ് ഫീച്ചേഴ്സും അതിൻ്റെ ഉപയോഗവും വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൽ ആദ്യത്തെ ഫീച്ചറാണ് ഓട്ടോണമസ് എമർജൻസി ബ്രേക്കിംഗ്. അതായത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വാഹനം സഡൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വഴിയിൽ പെട്ടെന്ന് ഒരു തടസ്സം, ഇപ്പോൾ ഏതെങ്കിലും മൃഗങ്ങളൊക്കെ ചാടുകയാണെങ്കിൽ നമ്മുടെ XUV 700 ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യും. അടിപൊളിയല്ലേ? മറ്റൊരു ഫീച്ചറായിട്ടുള്ള അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ റോഡുകൾക്ക് അനുയോജ്യമായ രീതിയിൽ, പ്രത്യേകിച്ചും നമ്മുടെ ഹൈവേകളിൽ
നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ്. റഡാർ സെൻസറും ക്രൂയിസ് കൺട്രോളും ഒരുമിച്ച് വർക്ക് ചെയ്ത് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിൻ്റെ സ്പീഡ് പിക്ക് ചെയ്തെടുത്ത് അതിനനുസരിച്ച് സ്പീഡും ബ്രേക്കും മെയിൻറ്റെയിൻ ചെയ്ത് XUV700 മുന്നോട്ട് കൊണ്ടുപോകും. ഹൈവേകളിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളെ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പലരും ട്രാക്ക് മാറി നമ്മൾ വാഹനം ഓടിക്കുന്ന ട്രാക്കിലൂടെ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ശരിക്കും ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് പാലിക്കേണ്ടതായിട്ടുള്ള ട്രാഫിക് മാനേഴ്സ് ഉണ്ട്, ട്രാക്ക് മാനേഴ്സ്, ലൈൻ കീപ്പ് ചെയ്ത് നമ്മൾ വാഹനം ഓടിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മളെ സഹായിക്കുന്ന 2 അടിപൊളി അഡാസ് ഫീച്ചേഴ്സ് മഹീന്ദ്ര XUV700 ഉണ്ട്. അതായത് ലൈൻ ട്രാക്ക് വാണിങ്ങും ലൈൻ കീപ്പ് അസിസ്റ്റും. XUV700 ഈ 2 അടിപൊളി അഡാസ് ഫീച്ചേഴ്സ് നമ്മൾ ലൈൻ ട്രാക്ക് തെറ്റിച്ചിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൻ്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്തിട്ട് ആ ലൈൻ കീപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ട്രാക്ക് തെറ്റിക്കുന്ന സമയത്ത് നമുക്കൊരു മുന്നറിയിപ്പ് തരാനും സഹായകരമാകും. മഹീന്ദ്ര XUV700 എന്നെ ആകർഷിച്ച മറ്റൊരു ഫീച്ചറാണ് ട്രാഫിക് സൈൻ ഡിറ്റക്ഷൻ. അതായത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് എന്തായാലും റോഡ് സൈഡിലൊക്കെ നമുക്ക് ധാരാളം സ്പീഡ് വാർണിംഗ്സ് ഒക്കെ കാണിക്കും. 50 കിലോമീറ്ററിൽ പോവുക, അല്ലെങ്കിൽ ഇവിടെ 60 കിലോമീറ്റർ സ്പീഡിൽ പരമാവധി പോകുക എന്നൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സ്പീഡ് ലിമിറ്റൊക്കെ അത് ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഇതിവിടെ കാണിക്കും. സ്മാർട്ട് ഫീച്ചേഴ്സ് ധാരാളമുള്ള ഒരു വാഹനമാണ് മഹീന്ദ്ര XUV700. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മഴയത്ത് വൈപ്പർ, മഴയുടെ ശക്തി എത്ര കൂടുന്നോ അതിനനുസരിച്ചിട്ട് ആ ഒരു വൈപ്പറിൻ്റെ സ്പീഡും തനിയെ വർദ്ധിക്കും. മഹീന്ദ്ര XUV700 ഹൈ ബീം അസിസ്റ്റ് എന്ന് പറയുന്ന ഫീച്ചർ അത് നമ്മുടെ വാഹനത്തിനും ഓപ്പോസിറ്റ് നിന്ന് വരുന്ന വാഹനത്തിനും ഒരുപോലെ വളരെ സഹായകരമായൊരു അഡാസ് ഫീച്ചറാണ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ആ ഒരു ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് അത് കൃത്യമായിട്ട് ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ തന്നെ ഇനി ഓപ്പോസിറ്റ് നിന്ന് ഒരു വാഹനം ലൈറ്റ് തെളിച്ച് വരുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിം ചെയ്യുകയും ചെയ്യും. മഹീന്ദ്ര XUV700 ചൂസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ലോങ് ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളോ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളൊരു ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും രാവിലെ അല്ലെങ്കിൽ ചെറിയൊരു ഉച്ച സമയത്തൊക്കെ നമുക്ക് ചെറിയൊരു മയക്കം തോന്നും. അപ്പോൾ അങ്ങനെ ഒരു അപകടം പിടിച്ച സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായകരമാവുന്ന ഇതിലിഷ്ടപ്പെടുന്ന ഒരു ഫീച്ചറാണ് ഡ്രൈവർ ഡ്രൗസിനെസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളങ്ങനെ ഒരു മയക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു സിസ്റ്റം നമുക്ക് ഒരു അലർട്ട് തരികയും നമ്മുടെ ഈ സ്റ്റിയറിംഗ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ ഫീച്ചർ അഡാസ് ഫീച്ചറാണ് ഇതിലുള്ളത്. മഹീന്ദ്ര XUV700 ടെക് ഫീച്ചേഴ്സ് ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അഡാസ് കഴിഞ്ഞാൽ XUV700 ഏറ്റവും കൂടുതൽ ടെക് ഫീച്ചേഴ്സ് ഉള്ളത് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണ്. 10.2 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ, പിന്നെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഒരു റോട്ടറി നോബ്, പിന്നെ ഇതുകൂടാതെ ബിൽറ്റ് ഇൻ അലക്സ കണക്ടിവിറ്റിയും ഒട്ടേറെ ആപ്പുകളുടെ സപ്പോർട്ട് ഒക്കെ ഇതിലുണ്ട്. മഹീന്ദ്ര തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത അഡ്വാൻസ്ഡ് കാർ കണക്റ്റിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള അഡ്രിനോക്സ് അത് AI-യുടെയും അതുപോലെ സ്മാർട്ട് ടെക്നോളജിയുടെയും ഇൻ്റഗ്രേഷനിലൂടെ നമുക്ക് നൽകുന്നത് വളരെ മികച്ചൊരു കംഫർട്ടും സേഫ്റ്റി എക്സ്പീരിയൻസുമാണ്. റിയൽ ടൈം വെഹിക്കിൾ ട്രാക്കിംഗ്, ജിയോ ഫെൻസിങ്, ഓവർ ദ എയർ അപ്ഡേറ്റ്സ്, ആമസോൺ അലക്സ് ഉപയോഗിച്ചുള്ള വോയിസ് കമാൻഡ്സ്, എൻ്റർടൈൻമെൻറ്റും നാവിഗേഷനും. എന്തിനേറെ നമ്മുടെ മൊബൈലിലുള്ള അഡ്രിനോക്സ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ XUV700 നമുക്ക് ലോക്കും അൺലോക്കും ചെയ്യാം, വേണമെങ്കിൽ വണ്ടി സ്റ്റാർട്ടും ചെയ്യാം. XUV700 ഓഡിയോ സിസ്റ്റത്തിൽ സോണിയുടെ സബ്വൂഫർ അടക്കം 12 സ്പീക്കറുകളാണുള്ളത്. നമുക്ക് നല്ലൊരു ഇമ്മേഴ്സീവ് ഓഡിയോ എക്സ്പീരിയൻസിനോടൊപ്പം ഇൻകാർ എൻ്റർടൈൻമെൻറ്റിനായിട്ടും പറ്റിയൊരു ഓഡിയോ സിസ്റ്റം തന്നെയാണ് XUV700 വണ്ടി പാർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ, അതുപോലെ വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ ഇടുങ്ങിയ ഒരു പാതയിലൂടെ വാഹനം നമ്മൾ ഓടിക്കുന്ന സമയത്തൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ധാരാളം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്ര ആൾക്കാരെ ഒരു സ്മാർട്ട് ഡ്രൈവർ ആക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫീച്ചർ നമ്മുടെ XUV700 ഉണ്ട്. XUV700 ചുറ്റും പ്ലേസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ക്യാമറ സെറ്റപ്പുകളിലൂടെ 360 ഡിഗ്രി സറൗണ്ട് വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ഫീച്ചർ. അത് പാർക്കിങ്ങിനും വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളിലും പിന്നെ പല ഒബ്സ്റ്റാക്കിൾസ് ഡിറ്റക്ട് ചെയ്യാനും ഡ്രൈവേഴ്സിനെ സഹായിക്കും. നിങ്ങളെ മൊത്തത്തിൽ ഒരു കോൺഫിഡൻറ്റ് ഡ്രൈവർ ആക്കാനും ഉള്ളിലുള്ളവരെ സേഫ് ആക്കാനും വേണ്ടിയുള്ള എല്ലാ ഫീച്ചേഴ്സും XUV700 ഉണ്ട്. ഔട്ട്സൈഡ് റിയർ വ്യൂ മിറേഴ്സ് അല്ലെങ്കിൽ ORVM എന്ന ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡ്രൈവർ സീറ്റിന് 4 വ്യത്യസ്ത ഡ്രൈവർമാർക്ക് ആവശ്യമായുള്ള പൊസിഷനും അതുപോലെ തന്നെ മിററിന് 4 വ്യത്യസ്ത പൊസിഷനുകളും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. XUV700 നമ്മൾ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈവർ സീറ്റ് നമ്മൾ ലാസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന പൊസിഷനിലേക്ക് തനിയെ അഡ്ജസ്റ്റ് ആവും. ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് റിട്രാക്റ്റ് ആവുകയും ചെയ്യും. ഫ്ലഷ് ഫിറ്റ് രീതിയിലുള്ള ഈ ഒരു ഇലക്ട്രിക് ഡോർ ഹാൻഡിൽസ് XUV700 എയറോഡൈനാമിക്സ് കൂട്ടുന്നതിനും മൊത്തത്തിലുള്ള മോഡേൺ ആൻഡ് സ്ലീക്ക് ഡിസൈനിലേക്ക് വേണ്ടിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. കീ എടുത്തിട്ടുണ്ടെങ്കിൽ ഡോർ ഹാൻഡിൽസിൽ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി, ഡോർ ഹാൻഡിൽസ് ഇതുപോലെ പോപ്പ് ഔട്ട് വരികയും നമുക്ക് ഒരു എഫർട്ട്ലെസ് ആയിട്ടുള്ള എൻട്രി എക്സ്പീരിയൻസ് ലഭിക്കുകയും ചെയ്യും. ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും വേനൽക്കാലത്ത് ഞാൻ ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ ആണ്
അതിൻ്റെ പുറം ഭാഗം വിയർക്കുന്നതും ഡ്രസ്സൊക്കെ നനഞ്ഞു കുളിക്കുന്നതും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് മഹീന്ദ്ര XUV700 ഒരു നല്ല ഫീച്ചറാണ് വെന്റിലേറ്റഡ് സീറ്റ്സ്. XUV700യുടെ വെന്റിലേറ്റഡ് സീറ്റ്സ് സീറ്റ് ഫാബ്രിക്കിലുള്ള ചെറിയ സുഷിരങ്ങളിലൂടെ തണുത്ത കാറ്റ് നൽകിയിട്ട് ഡ്രൈവറെയും പാസഞ്ചേഴ്സിനെയൊക്കെ വളരെയധികം കംഫർട്ടബിൾ ആക്കുകയും ഒരു എൻഹാൻസ്ഡ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നു. ഡ്രൈവേഴ്സിനായിട്ട് മഹീന്ദ്ര XUV700 3 ഇലക്ട്രോണിക് ഡ്രൈവിംഗ് മോഡുകളാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ആ 3 മോഡുകൾ എന്താണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് സിപ്പ് മോഡ്, അത് സ്മൂത്ത് ആൻഡ് എഫിഷ്യൻറ്റ് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി രണ്ടാമത്തേത് സാപ്പ് മോഡ്, പവറും പെർഫോമൻസും ബാലൻസ് ചെയ്തുകൊണ്ട് ഹൈവേസിന് വേണ്ടിയുള്ളതാണ് സാപ്പ് മോഡ്. ഇനി മൂന്നാമത്തേത് സൂം മോഡ്, നമുക്ക് മാക്സിമം പവർ ഡെലിവർ ചെയ്തുകൊണ്ട് ഒരു സ്പോർട്ടി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് സൂം മോഡ് ഓഫർ ചെയ്യുന്നത്. നോർമലി നമ്മളൊരു 50 ലക്ഷത്തിലധികം രൂപ വില കൊടുത്ത് വാങ്ങുന്ന അഡ്വാൻസ്ഡ് കാറുകളിൽ കാണുന്ന ഫീച്ചേഴ്സ് ഒക്കെയാണ് നിങ്ങൾ മഹീന്ദ്രയുടെ XUV700 എന്ന ഈ ഒരു കാർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. XUV700യുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 13.99 ലാഖാണ്. മഹീന്ദ്ര XUV700യുടെ നിങ്ങൾ ഇതുവരെയും ശ്രദ്ധിക്കാത്ത അറിയാത്ത കുറേ ഫീച്ചേഴ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ കൂട്ടുകാർ കണ്ടു കാണും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യും.